UDF ഭരണകാലത്തെ വീഴ്ചകൾ അവതരിപ്പിച്ച് സർക്കാർ പരസ്യം. വൈദ്യുതി, വിദ്യാഭ്യാസം, KSRTC, ക്ഷേമ പെൻഷൻ മുടക്കം എന്നിവയാണ് പരസ്യത്തിന്റെ വിഷയം. ഇരുണ്ട കാലം എന്ന പേരിലുള്ള CPIM ക്യാമ്പയിന് പിന്നാലെയാണ് PRDയുടെ പരസ്യം. മനോരമയും മാതൃഭൂമിയും ഒഴികെയുള്ള മലയാളം, ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യമുണ്ട്. ശ്രീത് വിവരങ്ങൾ മാറ്റുന്നു. ശ്രീത്, ഇതൊരു കൈൻഡ് ഓഫ് പരസ്യമാണ്. നേരത്തെ JNU യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഈ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവികാല കേരളം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കും എന്ന മട്ടിൽ പരസ്യം ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷേ പ്രധാന പത്രങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മനോരമയും മാതൃഭൂമിയും ഒഴിച്ച് ദ ഹിന്ദു അടക്കമുള്ള പത്രങ്ങളുടെ ഫ്രണ്ടിൽ സത്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ, കുറച്ച് പ്രായമുള്ള മനുഷ്യരൊക്കെ ഇതുള്ളതാണ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയൽ അല്ലേ? എഡിറ്റോറിയൽ അല്ല, കറക്റ്റ് പരസ്യം. ഹാഷ്മി, തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ ഭരണകാലത്തെ വീഴ്ചകളും മറ്റും എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഇന്ന് സർക്കാരിന് വേണ്ടി PRD നൽകിയിരിക്കുന്നത്. മലയാള മനോരമയും മാതൃഭൂമിയും ഒഴിച്ചുള്ള എല്ലാ മലയാള പത്രങ്ങളിലും മറ്റ് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും ഈ പരസ്യമുണ്ട്. തെലങ്കാന സർക്കാരിന്റെ പരസ്യം വരുന്നതുമായി ബന്ധപ്പെട്ട CPIM നേതാക്കളും മറ്റും വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് സർക്കാരിന്റെ പരസ്യം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും വരുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന UDF കാലത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നത്, മറ്റ് ഭരണപരമായ വീഴ്ചകൾ, അങ്ങനെ UDF കാലത്തെ വീഴ്ചകൾ എണ്ണി പറയുന്ന ഒരു, അല്ലെങ്കിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ JNU യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഒരു പരസ്യം വന്നതുപോലെ വിശ്വസനീയമായ രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ് ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും വന്നിരിക്കുന്നത്. ജാക്കറ്റ് പരസ്യമായിട്ടാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. എന്തായാലും ഇരുണ്ട കാലം എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ അന്നത്തെ UDFന്റെ ഭരണകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് CPIM നടത്തിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ഇത്തരം ഒരു പരസ്യം കൂടി ഇപ്പോൾ സർക്കാരിന്റെ പണം ചെലവഴിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.